Good morning all. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇലക്ട്രിക് ചാർജസ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. നമുക്കറിയാം ചാർജ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ചാർജസ് ആണുള്ളത്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. നമുക്ക് ഈ ചാർജിൻ്റെ ബേസിസിൽ നമുക്ക് തന്നിരിക്കുന്ന മെറ്റീരിയലിനെ ആറ്റംസും അയോൺസും ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആറ്റംസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, കാരണം അതിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ് ഉള്ളത്. പ്രോട്ടോൺസിനാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്, ഇലക്ട്രോൺസിനാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, കാരണം അതിൽ പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും നമ്പർ സെയിം ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന അയോൺ ആണ്. അയോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അയോൺ എന്ന് പറയുന്നത്. അവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഒരിക്കലും ഈക്വൽ ആയിരിക്കത്തില്ല. പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് കൂടുന്നതെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ചാർജ് അയോൺ എന്നും, ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് കൂടുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് കൂടുന്നതെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് ചാർജ് അയോൺ എന്നും വിളിക്കും. ഇനി നമുക്ക് ഓരോ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കാം. പോസിറ്റീവ് ചാർജ് അഥവാ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁹ കൂളോംബും, ഇലക്ട്രോണിൻ്റെ ചാർജ് സെയിം തന്നെയാണ്, 1.6 × 10⁻⁹ കൂളോംബാണ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാമും, പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6 × 10⁻27 കിലോഗ്രാംസും ആണ്. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ചാർജിൻ്റെ പ്രോപ്പർട്ടീസാണ്. നമ്മൾ ചാർജിനെ സ്മോൾ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂഷ്വലി ക്യാപിറ്റൽ ക്യൂ സോഴ്സ് ചാർജിനെയും സ്മോൾ ക്യൂ ടെസ്റ്റ് ചാർജിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് നമുക്ക് അറിയാവുന്ന രണ്ട് പോയിൻറ്റുകളിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചാർജ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജ് അട്രാക്ട് ഈച്ച് അതർ. നമ്മൾ നേരത്തെ മുതൽ നമുക്ക് പരിചയമായിട്ടുള്ളവരാണ്. പോസിറ്റീവ് ചാർജുകളായിരുന്നെന്നുണ്ടെങ്കിൽ അത് റിപ്പൽ ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഒരേ ടൈപ്പ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ റിപ്പൽഷനും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അട്രാക്ഷനുമാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പറയുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. നമ്മളിപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം കൺസിഡർ ചെയ്തു. NaCl എന്ന് പറയുന്നൊരു സിസ്റ്റത്തിൽ Na+ഉം Cl- അയോണും കൂടെ ചേർന്നിട്ടാണ് NaCl എന്ന സിസ്റ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും Na+ഉം, അതായത് Na എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്ലി ചാർജ് അയോണാണ് Na+, Cl- എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി ചാർജ് അയോണാണ്. അപ്പം അവർ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ചാർജസ് ക്യാൻസലായി പോവുകയും നമുക്ക് ഫോം ചെയ്യുന്ന ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആവുകയും ചെയ്യും. സിമിലർ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് താഴെ തന്നിരിക്കുന്നത്. യുറേനിയം തോറിയവും ഹീലിയവുമായിട്ട് മാറുന്ന ഒരു റിയാക്ഷനാണ് താഴെ തന്നിരിക്കുന്നത്. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. ഒരു ബോഡിയിൽ ഉള്ള ചാർജിനെ നമുക്ക് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് Q is equal to ±Ne. നമുക്കറിയാം നമ്മുടെ ഒരു ബോഡിയിലുള്ള ചാർജ് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആവും, അതുകൊണ്ടാണ് ± വരുന്നത്. N എന്ന് പറയുന്ന ഇൻറ്റീജറാണ് വിച്ച് ടേക്സ് ദ വാല്യൂസ് 1, 2, 3 എക്സെട്ര. ആൻഡ് E എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജാണ് 1.6 × 10⁻⁹ കൂളോംബാണ്. ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ചാർജ് ആണ്. The charge of a body is the algebraic sum of different charges of the body. Charge is a scalar quantity. ഒരു ബോഡിയിൽ ഉള്ള ചാർജുകളുടെ എല്ലാത്തിൻ്റെയും കൂടി സമ്മാണ് ആ ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻസ് ഇല്ല. അവിടെ സൈഡിൽ തന്നിരിക്കുന്നത് I is equal to Q/T എന്നാണ്. ഇതിൻ്റെ നിന്ന് നമുക്ക് I എന്ന് പറയുന്ന കറണ്ടിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ആംപിയർ ആണെന്ന്. അപ്പം നമുക്ക് Q എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് AT ആയിരിക്കും. A എന്ന് പറയുന്നത് ആംപിയറിനെ ഡിനോട്ട് ചെയ്യും, T എന്ന് പറയുന്നത് സെക്കൻഡിനെ ഡിനോട്ട് ചെയ്യും. നമുക്ക് മെറ്റീരിയൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും, കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. കണ്ടക്ടേഴ്സിൻ്റെ ഉള്ളിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ മെറ്റൽ, ഹ്യൂമൻ ബോഡി, എർത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്ന ഇൻസുലേറ്റേഴ്സ് അഥവാ ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നതിൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. അതിൻ്റെ എക്സാമ്പിളാണ് വാട്ടർ, ഡ്രൈ എയർ ഗ്ലാസ്, പ്ലാസ്റ്റിക്, വുഡ്, ആംബർ. ഇതിലൊന്നും ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വരുന്നത് പ്രോസസ്സ് ഓഫ് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ് ആണ്. ഒരു ബോഡിയിലുള്ള എക്സസ് ഇലക്ട്രോൺസിനെ
ഷെയർ ചെയ്യുന്നത്, എർത്തിലേക്ക് ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എർത്തിങ് അഥവാ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. എർത്ത് ഇസ് സെഡ് ആസ് എ ബാങ്ക് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ ഒരു ബാങ്ക് ആയിട്ടാണ് നമ്മുടെ എർത്ത് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായി എക്സസ് ആയിട്ടൊരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്തിങ് വയർ വഴിയാണ് ആ എക്സസ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺസ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അതുവഴി നമ്മുടെ വീടിനെയും അപ്ലയൻസസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് പോർഷനിൽ ഇത്രയാണ് പറയുന്നത്. നമ്മൾ ചാർജിനെ കുറിച്ച് പറഞ്ഞു. 2 യൂണിറ്റ്സ് ഓഫ് ചാർജ് ആണുള്ളത്. ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് പറഞ്ഞു. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കൂളോംസ് ലോ ആണ്. അപ്പോൾ എന്താണ് കൂളോംസ് ലോ എന്ന് നമുക്ക് നോക്കാം. The electrostatic force of attraction or repulsion between two charges is directly proportional to the product of magnitude of two charges and inversely proportional to the square of distance between them. The force always acts along the line joining the two charges. അപ്പോൾ കൂളോംസ് ലോയിൽ പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷനെ കുറിച്ചാണ്. നമുക്കറിയാം ഇപ്പം നമ്മൾ എടുക്കുന്നത് 2 ചാർജസ് ആണ്, Q1 Q2 ചാർജസ് വിച്ച് ആർ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് R അപ്പാർട്ട്. അപ്പോൾ R ഡിസ്റ്റൻസ് മാറി 2 ചാർജസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2 ചാർജസ് തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 2 ചാർജസിൻ്റെയും പ്രൊഡക്റ്റിനോട് പ്രൊപ്പോർഷണലായിരിക്കും. ലൈക്ക് Q1 Q2നോട് പ്രൊപ്പോർഷണലും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആണ്, പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരിക്കും. സോ നമുക്ക് എഴുതാം F is proportional to Q1 Q2 by r² എന്ന് എഴുതാം. ഇതിന് നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമുക്കൊരു കോൺസ്റ്റൻ്റ് എഴുതി F is equal to 1/4πε0 മോഡുലസ് ഓഫ് Q1 Q2 by r² എന്ന് എഴുതാം. ഇവിടെ 1/4πε0 എന്നുള്ളതിൻ്റെ വാല്യൂ 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ ആണ്. ε0 എന്ന് പറയുന്നത് നമ്മളുടെ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയമാണ്. ഇനി നമ്മളെടുക്കുന്നത് ഒരു ഡൈ ഇലക്ട്രിക് മീഡിയമാണെന്ന് വെക്കാം. നമ്മളെടുക്കുന്ന ഡൈ ഇലക്ട്രിക് മീഡിയം ആണെങ്കിൽ നമ്മൾ എപ്സിലോണിന് പകരം ε0 ε r എന്ന് നമ്മൾ എഴുതും. എയറിൻ്റെ കേസിലാണെങ്കിൽ ε0rൻ്റെ വാല്യൂ 1 ആണ്. വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ ε0rൻ്റെ വാല്യൂ 80 ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ കൂളോംസ് ലോ ആണ് പഠിച്ചത്. കൂളോംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 ചാർജസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ്. നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ F is equal to 1/4πε0 Q1 Q2 by r² ആണ്. മീഡിയം മാറുന്നതനുസരിച്ച് നമുക്ക് ε0 എന്നുള്ളിടത്ത് ε0 × εr എന്ന് എഴുതാം. നെക്സ്റ്റ് നമ്മൾ കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോമാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ റെപ്രസെൻ്റ് ചെയ്ത Q1 Q2 ചാർജ് നമ്മളൊരു കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിലാണ് എഴുതിയേക്കുന്നത്. XY കോർഡിനേറ്റിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. R1ഉം R2ഉം Q1 Q2 ചാർജിലേക്കുള്ള പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ്. 2 ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് R21 ആയിട്ടാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. R21ൻ്റെ ഡയറക്ഷൻ Q1ൽ നിന്ന് Q2ലേക്കാണ്. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് F21 എന്ന് പറയുന്ന ഫോഴ്സാണ്. അതായത് Q2വിൽ Q1 മൂലം ഉണ്ടാകുന്ന ചാർജാണ് F21 എന്ന് പറയുന്നത്. അപ്പോൾ F21 നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 Q1 Q2 by r21 സ്ക്വയർ ഇൻറ്റു r21 ക്യാപ്പ് എന്ന് നമുക്ക് എഴുതാം. കാരണം അത് r21 ക്യാപ്പ് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q1 ചാർജിൽ Q2 മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 by r12 സ്ക്വയർ ഇൻറ്റു r12 ക്യാപ്പ് എന്ന് എഴുതാം. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലായി R21ഉം R12ൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷേ എന്താണ് ഈ 2 ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്? ഇതിൻ്റെ ഡയറക്ഷനിൽ മാത്രമാണ്. ഒന്ന് റൈറ്റിലേക്ക് ആക്ട് ചെയ്യും, മറ്റേത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യും. പക്ഷേ ഈ 2 ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. F12 = F21 ആയിരിക്കും. സോ ദിസ് ഈസ് ദ വെക്റ്റർ ലോ ഓഫ് വെക്റ്റർ ഫോം ഓഫ് കൂളോംസ് ലോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്ക് നോക്കാം. ഒരു ചാർജിന് ചുറ്റും ഉള്ള ഒരു സ്പേസിൽ മറ്റൊരു ചാർജ് വന്നിരുന്നാൽ ആ വന്നിരുന്ന ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ ആ ഉള്ളൊരു സ്പേസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്പേസ് അറൗണ്ട് എ ചാർജ് വെയർ അനദർ ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്
ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഒരു ഡെഫിനിഷൻ വൈസ് നമുക്ക് പറയാം, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, അല്ലെങ്കിൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എന്ന് നമുക്ക് എഴുതാം. E ഈസ് ഈക്വൽ ടു F/Q0. എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഡയമെൻഷനാണ് താഴെ തന്നിരിക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ ദ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ആ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതാണോ അത് തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്ക് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻറ്റ് ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് 2 ടൈപ്പ് ഓഫ് ചാർജസ് ആണ്. ഒരു സ്മോൾ q ടെസ്റ്റ് ചാർജും മറ്റൊന്ന് ക്യാപിറ്റൽ Q സോഴ്സ് ചാർജുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഫിഗറിൽ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 ബൈ r². Q1 എന്ന് പറയുന്നത് സ്മോൾ q, Q2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സപ്പോസ് r ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 ക്യാപിറ്റൽ Q ഇൻറ്റു സ്മോൾ q ബൈ r² r ക്യാപ്പ് എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ്. സോ F/q നമ്മൾ എഴുതിയാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് E ഈസ് ഈക്വൽ ടു 1/4πε0 ക്യാപിറ്റൽ Q ബൈ r² r ക്യാപ്പ് എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് അറൗണ്ട് എ ചാർജ് സച്ച് ദാറ്റ് എ ടാൻജന്റ് ഡ്രോൺ അറ്റ് എ പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. എന്താണ് ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് അറൗണ്ട് എ ചാർജ് സച്ച് ദാറ്റ് ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഏതെങ്കിലും ഒരു ചാർജിന് ചുറ്റും ഉണ്ടാവുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻ്റാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗിവ്സ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുമ്പം അവിടെ നമുക്ക് അങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദേ ആർ കണ്ടിന്യൂസ് കർവ്സ്. ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ബ്രേക്കായി പോകുന്നില്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. തേർഡ് എന്ന് പറയുന്നത് ദേ നെവർ ഇൻ്റർസെക്ട്. ഇഫ് ദേ ഇൻ്റർസെക്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് മേ ഹാവ് 2 ഡയറക്ഷൻ. ദിസ് ഈസ് നോട്ട് പോസിബിൾ ആസ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ചാർജിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഫീൽഡിന് 2 ഡയറക്ഷൻ ഉണ്ടെന്ന്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിന് ഒരു ഡയറക്ഷനേ കാണുള്ളൂ, 2 ഡയറക്ഷൻ ഉണ്ടാവത്തില്ല. സോ ദേ നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ദേ ഓൾവേസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് അറ്റ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഉത്ഭവിച്ച് നെഗറ്റീവ് ചാർജിൽ വരെയാണ് ഇലക്ട്രിക് ഫീൽഡ് ട്രാവൽ ചെയ്യുന്നത്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ റീജിയൻ. നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുമ്പം ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൻ്റെ പ്രോക്സിമിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡെല്ലാം ക്രൗഡഡ് ആയിട്ടും ഈ ടെസ്റ്റ് ചാർജിൽ നിന്ന് അകന്നു പോകുന്തോറും ഫീൽഡ് ലൈൻസ് എല്ലാം വൈഡ് അപ്പാർട്ടായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. So the relative closeness of electric field lines indicate the strength of electric field in a region. സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ they never form closed loop. നമ്മൾ ഫോർത്ത് പോയിന്റിൽ കണ്ടു പോസിറ്റീവ് ചാർജിൽ നിന്ന് ഉത്ഭവിച്ച് നെഗറ്റീവ് ചാർജ് വരെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. പക്ഷേ ഒരിക്കലും നെഗറ്റീവ് ചാർജിൽ നിന്ന് ഉത്ഭവിച്ച് പോസിറ്റീവ് ചാർജിൽ വന്ന് അവസാനിക്കത്തില്ല. സോ നമ്മുടെ ഫീൽഡ് ലൈൻസ് എല്ലാം ഒരു ഡയറക്ഷനിൽ, ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. തിരിച്ച് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് ട്രാവൽ ചെയ്യുന്നില്ല. സോ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ഒരിക്കലും ഫോം ചെയ്യുന്നില്ല.
നെക്സ്റ്റ് നമ്മൾ താഴെ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് പറയുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫ്രം എ പോസിറ്റീവ് ചാർജ് ഈസ് ഓൾവേസ് റേഡിയലി ഔട്ട്വേർഡ്. എപ്പോഴും പുറത്തേക്ക് പോകുന്ന ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിന് ചുറ്റും ബിഹേവ് ചെയ്യുന്നത്. ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് ചാർജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡെല്ലാം റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും, ഉള്ളിലേക്കായിരിക്കും വരുന്നത്. In case of an isolated positive charge, it is radially outward. In case of an isolated negative charge, it is radially inwards. അപ്പം പോസിറ്റീവ് ചാർജിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ്, ചാർജിൽ നിന്ന് തുടങ്ങി ഇൻഫിനിറ്റിയിലേക്ക് പോവും. നെഗറ്റീവ് ചാർജിൻ്റെ കേസാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരും. നമ്മൾ നേരത്തെ ചാർജ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. അപ്പം ഫസ്റ്റ് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് നമ്മൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് ഉത്ഭവിച്ച് നെഗറ്റീവ് ചാർജിൽ വന്ന് അവസാനിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. രണ്ടാമത് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവ് ചാർജുകൾ പ്ലേസ് ചെയ്യുന്നതാണ്. രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ദേ ആർ ലൈക്ക് ചാർജസ് ആൻഡ് ദേ റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അവേ ഫ്രം ദ ചാർജ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവ് ചാർജസ് വെക്കുമ്പോഴാണ്. നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേർഡ്സ് ആണ്. സിൻസ് ദേ ബോത്ത് ആർ ലൈക്ക് ചാർജസ്, രണ്ടും നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് റിപ്പൽ ചെയ്യും. ആ രണ്ട് ചാർജുകളുടെയും നടുക്കുള്ള പോർഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവത്തില്ല. ദേ ഡൈവേർജ് ഫ്രം ഈച്ച് അതർ. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? സപ്പോസ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ദേ ആർ ഇക്വി ഡിസ്റ്റൻറ്റ് ടു ഈച്ച് അതർ. എല്ലാ ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു ഡി ഡിസ്റ്റൻസ് അപ്പാർട്ടാണെന്നും അത് എല്ലാം പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കും. അപ്പം ഇത്രയാണ് ഈ പോർഷനിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രിക് കൂളോം ലോയിനെ കുറിച്ച് കണ്ടു, പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചും കണ്ടു, അതിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടു, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ. Electric dipole. Electric dipole is a system of unlike charges with equal magnitude separated by a very small distance. അതായത് രണ്ട് ചാർജസ് രണ്ടും ഓപ്പോസിറ്റ് സൈനുകളുള്ള അൺലൈക്ക് ചാർജസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ -q +q എന്ന് പറഞ്ഞ ചാർജുകൾ 2q ഡിസ്റ്റൻസിലാണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ദ വെക്റ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും രണ്ട് ചാർജുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെയും കൂടെ പ്രൊഡക്റ്റാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളോം മീറ്ററാണ്. ഈ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. രണ്ട് തരത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഉള്ളത്. ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എലോങ് ദ ആക്സിയൽ ഡയറക്ഷൻ, അതായത് -q +q ചാർജുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ലൈനിൻ്റെ വേറൊരു ഭാഗത്തായിട്ട് നമുക്ക് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് +qയിലിരിക്കുന്ന ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് q/4πε0 r-a² p എന്നും, നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ E q/4πε0 r+a² p എന്നും നമുക്ക് എഴുതാം. p എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് p ഡയറക്ഷൻ. എന്നിട്ട് നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഈ +qൻ്റെയും ഈ -qവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് E = 1/4πε0 2pr r² - a² p എന്ന് കിട്ടും. ഇതിൽ r² എന്ന് പറയുന്നത് a²നേക്കാളും വലിയ ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് a² നെഗ്ലക്റ്റ് ചെയ്ത് ശേഷം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 2p/r³ p എന്ന് കിട്ടും. ഇത് ഇലക്ട്രിക് ഫീൽഡ് എല്ലാം ദ ആക്സിയൽ ഡയറക്ഷനാണ്. ഇനി രണ്ടാമത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ എലോങ് ഇക്വട്ടോറിയൽ ലൈനും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ
പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജിൽ നിന്ന് അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലറായിട്ട് മേളിലേക്ക് വരച്ച ശേഷം പി എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ √r² പ്ലസ് a² ആണ് ഓരോ ചാർജിൽ നിന്നും പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് കണ്ടുപിടിച്ച ശേഷം നമുക്ക് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 1/4πε0 p/r³ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ആക്സിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് -2p/4πε0 r³ എലോങ് ഇക്വട്ടോറിയൽ ഡയറക്ഷൻ -p/4πε0 r³ ആണ്. അതായത് ഈ ആക്സിയൽ എന്ന് പറയുന്നത് 2 ടൈംസ് ഈ ഇക്വട്ടോറിയൽ ആണ്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന പോർഷൻ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡുകളാണോ ഒരു സർഫസിന് നോർമലായി മൂവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ഇസ് എ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദ സർഫസ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഏരിയയുടെയും കൂടെ പ്രൊഡക്റ്റാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഏരിയ എടുത്തിട്ട് നമുക്ക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റിൻ്റെ ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഒരുപാട് പിക്ചേഴ്സൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ φ=E.S ആയിട്ട് നമുക്ക് എടുക്കാം. E.Sനെ നമുക്ക് ES cos θ ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ മൊത്തത്തിൽ ഒരു സർഫസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈ എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രൽ E.ds എന്ന് എടുക്കാം. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലക്സ് 0 ആയിരിക്കും. തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫ്ലക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോംബ് ആയിരിക്കും. നമ്മളിവിടെ എടുക്കുന്ന ഏരിയ അത് നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് ഏരിയയാണ് നമ്മൾ എടുക്കുന്നത്. പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഓഫ് ഏരിയ ടു ദ ഫീൽഡാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ നമുക്ക് ഏരിയ വെക്ടർ എന്ന് എഴുതാം. ഏരിയ ഇസ് ഓൾറെഡി എ വെക്ടർ. ഡയറക്ഷൻ ഓഫ് ΔS ഇസ് ഔട്ട്വേർഡ്സ്. നോർമൽ ഫ്രം സർഫസ് ΔS ഇസ് ഈക്വൽ ടു ΔSN. ഇൻ ജനറൽ നമുക്ക് ഫ്ലക്സിന് നമുക്ക് φ ഇസ് ഈക്വൽ ടു EdS cos θ എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് നമുക്ക് ഫ്ലക്സ് വെച്ചിട്ട് നമുക്ക് അതിനൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കറിയാം E ഇസ് ഈക്വൽ ടു 1/4πε0 q/r² ആണ്. നമ്മൾ ഒരു സ്മോൾ ഏരിയ എടുത്തു ΔS, അവിടുത്തെ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിന് നമുക്ക് φ ഇസ് ഈക്വൽ ടു q/4πε0 r² ΔS എന്ന് എടുക്കാം. ഈ ΔS എന്ന് പറയുന്നത് ഒരു സ്പിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് 4πr² എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഫ്ലക്സിൻ്റെ ഏരിയ φ ഇസ് ഈക്വൽ ടു q/ε0 നമുക്ക് എടുക്കാം. ദിസ് ഇസ് ഇൻ ദ കേസ് ഫോർ എ സ്പിയർ. ഇനി നെക്സ്റ്റ് വരുന്നത് ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിന് ചുറ്റും നമ്മളൊരു സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ഗോസിയൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇനി നമ്മളെടുത്ത് ഈ സ്ട്രെയിറ്റ് ലൈനിന് ഒരു ലൈൻ ചാർജ് ഡെൻസിറ്റി ഉണ്ട്. ലാംഡ ഇസ് ഈക്വൽ ടു ΔQ/ΔL. ഇതിൽ നമ്മൾ ഒരു P എന്ന് പറഞ്ഞ പോയിൻ്റ് R ഡിസ്റ്റൻസ് എപ്പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ നമ്മളൊരു ഗോസിയൻ സിലിണ്ടർ അല്ലെങ്കിൽ ഒരു ഗോസിയൻ സർഫസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ടോപ്പിൽ നിന്ന് വരുന്നത്, അതിൻ്റെ ചുറ്റുമുള്ള ആ കർവേച്ചറിൽ നിന്ന് വരുന്നത്, പിന്നെ അതിൻ്റെ ബോട്ടം എൻഡിൽ നിന്ന് വരുന്നത്, അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഫ്ലക്സ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. ഇനി ടോപ്പ് പോർഷൻ എടുക്കാം. ടോപ്പ് പോർഷനിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും രണ്ടും പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്. ദാറ്റ് ഇസ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം ഈ ടോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ബേസ് എന്ന് പറയുന്നതും ഈ ബേസിൽ എടുക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആയിരിക്കും, അതും 0 ആയിരിക്കും. അപ്പം നമ്മുടെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കർവേച്ചറിൽ നിന്ന് വരുന്ന ഫ്ലക്സ് മാത്രമേ കാണത്തുള്ളൂ. അക്കോർഡിംഗ് ടു ഗോസസ് ലോ നമുക്ക് എഴുതാം ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ബൈ ε0, അല്ലെങ്കിൽ അതിന് നമുക്ക് ഇൻ്റഗ്രൽ E.ds അല്ലെങ്കിൽ സിഗ്മ E.ds എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം ഫോർ എ സിലിണ്ടർ നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഓഫ് ദ കർവേച്ചർ 2πRL ആണ്. അപ്പോൾ E × 2πRL ഇസ് ഈക്വൽ ടു
Q enclosed by epsilon 0. Q എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ചാർജ്, ദാറ്റ് ഇസ് ലാംഡ ഇൻറ്റു എൽ ബൈ എപ്സിലോൺ 0. E is equal to lambda by 2 pi epsilon 0 r. That is equal to 1 by 4 pi epsilon 0 2 lambda by r, or ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫറൻസ് എഴുതാം? E is inversely proportional to r. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എൻ യൂണിഫോംലി ചാർജ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്ലെയിൻ ഷീറ്റാണ്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്ലെയിൻ ഷീറ്റിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്. സിഗ്മ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എസ്. ഇതിൽ നമ്മൾ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ആർ ഡിസ്റ്റൻസ് അവേ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഫിഗറിൽ തന്ന പോലെ ഒരു സ്പിയർ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് പഴയ കേസ് പോലെ തന്നെ നമുക്ക് അവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത്, നമുക്ക് ഫ്ലക്സ് എൻഡ് പൊസിഷനിലെ ബേസ് പൊസിഷനിലെ ലൈക്ക് ഫൈ ഇസ് ഈക്വൽ ടു ഫൈ ടോപ്പ്, ഫൈ ബേസ്, പിന്നെ അത് ഫൈ കർവേച്ചറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കർവേച്ചർ പോർഷനിലാണ് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കർവേച്ചർ പോർഷനിൽ നിന്ന് ഫ്ലക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒന്നും നമുക്ക് കിട്ടത്തില്ല. സോ ഫ്ലക്സിനെ നമുക്ക് ഫ്ലക്സ് അറ്റ് ദ ടോപ്പ് പ്ലസ് ഫ്ലക്സ് അറ്റ് ദ ബേസ് എന്ന് നമുക്ക് എഴുതാം. ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫ്ലക്സ് ബേസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫ്ലക്സ് എൻഡ് ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ 2 ടൈംസ് എന്ന് എഴുതാം. ആൻഡ് ഫ്ലക്സ് ആൻഡ് നമുക്ക് ഫ്ലക്സിൻ്റെ ഡെഫിനേഷൻ അറിയാം. ഇപ്പോൾ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എടുക്കുമ്പോൾ ES എന്ന് വരും. രണ്ടെണ്ണം എടുക്കണം ടോട്ടൽ ഫ്ലക്സ് വരുമ്പോൾ 2ES എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 2ES എന്ന് എഴുതി. ഫ്ലക്സിന് പകരം നമുക്ക് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. എൻ്റെ 2ES ഇസ് ഈക്വൽ ടു സിഗ്മ എസ് ബൈ എപ്സിലോൺ 0യും E ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സ്പെറിക്കൽ ഷെൽ ഓഫ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു R റേഡിയസ് ഉള്ള ഒരു ഷെല്ല്, അതിന് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഷെല്ലിൽ നിന്ന് R ഡിസ്റ്റൻസ് അവേ ആയിട്ടുള്ളൊരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഫസ്റ്റ് കേസിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ല് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പോയിൻ്റ് എവിടെയായിരിക്കും? നമ്മുടെ സ്പിയറിൻ്റെ പുറത്തുള്ളൊരു പോയിൻ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ നമ്മൾ ഫ്ലക്സിൻ്റെ ഫൈ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 r² ബൈ r² എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇൻസൈഡ് ദ ഷെൽ അല്ലെങ്കിൽ ഓൺ ദ ഷെൽ എടുക്കും. ഷെല്ലിൻ്റെ പുറമെ സർഫസിലുള്ളൊരു പോയിൻ്റ് എടുക്കും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ സ്മോൾ r ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ R ആയിരിക്കും. അപ്പോൾ നമ്മുടെ E എന്ന് പറയുന്നത് എന്തായിരിക്കും? E ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ലായിരിക്കും. ഷെല്ലിൻ്റെ ഉള്ളിലെ ഒരു പോയിൻ്റ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഷെല്ലിൻ്റെ ഉള്ളിൽ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് Q ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം നമ്മൾ എടുക്കുന്ന ഷെല്ലിൽ അതൊരു കണ്ടക്ടർ ഷെല്ലാണ്. അപ്പം ഓൾ ദ ചാർജ് വിൽ ബി റിസൈഡിങ് ഓൺ ദ സർഫസ് ആയിരിക്കും. സർഫസിലായിരിക്കും ചാർജുകൾ ഇരിക്കുന്നത്. ഇൻസൈഡ് ദ സ്പിയർ ചാർജ് 0 ആയിരിക്കും. സോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്പെറിക്കൽ ഷെൽ വിത്ത് ഡിസ്റ്റൻസ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് 0 ടു R ഈക്വൽ ടു R എന്ന് പറഞ്ഞ് പോയിൻ്റ്, അതായത് ഇൻസൈഡിൽ മൊത്തം നമ്മൾ സ്പിയറിൻ്റെ സർഫസ് സെൻറ്റർ തൊട്ട് സർഫസ് വരെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതിനുശേഷം എന്തായിരിക്കും? അത് 1/r² വെച്ചിട്ട് ഡിക്രീസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നത്. താങ്ക് യു. ഗുഡ് മോർണിംഗ് എവ്രി വൺ. നെക്സ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് നമ്മൾ V എന്ന ആൽഫബറ്റ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. Electric potential is the work done to move a unit positive charge from infinity to that point against electric force. ഒരു ഇലക്ട്രിക് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫൈനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് വരെ കൊണ്ടുവരാൻ എടുക്കുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആയിട്ട് പറയാം. ആൻഡ് ടേക്ക് പോയിന്റ് Q ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് R. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ
ഫോമാണ് പറയുന്നത്. വി പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ദ പോയിൻറ്റ് പി ഇ ഡോട്ട് ഡി ആർ ആണ്. എസ് ഐ യൂണിറ്റ് വോൾട്ട് അല്ലെങ്കിൽ ജൂൾസ് പെർ കൂളോംബ് എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജാണ്. അതിൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻറ്റ് ആർ നമ്മൾ കണ്ടു, അറ്റ് എ ഡിസ്റ്റൻസ് ആർ നമ്മൾ കണ്ടു. ഇ ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ഇനി നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇൻ്റഗ്രൽ ഡെഫിനേഷൻ നമ്മൾ നേരത്തെ കണ്ടു, മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ. നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി ഈസ് ഈക്വൽ ടു Q/4πε0 ഇൻറ്റു 1/r എന്ന് നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് E/V ഈസ് ഈക്വൽ ടു 1/r എന്ന് കിട്ടാം. ഓർ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആർ എന്നുള്ളൊരു ഫോർമുലയും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു 1/4πε0 Q/r ആണ്. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജ്, ഒന്നിൽ കൂടുതൽ ചാർജസ് ഉള്ളപ്പോൾ നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 3 ചാർജസ് ആണുള്ളത്, Q1, Q2, Q3 വിച്ച് ആർ അറ്റ് പോയിൻറ്റ്സ് R1, R2, R3. അതിൻ്റെ ഓരോന്നിൻ്റെ ഡിസ്റ്റൻസാണ് R1P, R2P, R3P എന്ന് തന്നിരിക്കുന്നത്. അത് ഇനീഷ്യൽ പോയിൻ്റ് പി വിത്ത് റെസ്പെക്ട് ടു പി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു 1/4πε0 Q1, Q2 ബൈ R1P. നമുക്ക് 3 ചാർജാണ്, Q1, Q2, Q3. അത് പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് R1P, R2P, R3P. അപ്പോൾ നമ്മുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു Q1 ബൈ R1P പ്ലസ് Q2 ബൈ R2P പ്ലസ് Q3 ബൈ R3P എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു 1/4πε0 സമ്മേഷൻ Q1 ബൈ RI P എന്ന് നമുക്ക് എഴുതാം. ഇനി ഒരു പോസിറ്റീവ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ നെഗറ്റീവും ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് കപ്പാസിറ്റേഴ്സാണ്. കപ്പാസിറ്റേഴ്സ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊരു സ്റ്റോറേജ് ഡിവൈസാണ്. അതൊരു ഇലക്ട്രിക് എനർജി സ്റ്റോറിങ് ഡിവൈസായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റേഴ്സാണ്. കപ്പാസിറ്റർ സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചാർജ് ഓൺ എ കണ്ടക്ടർ is proportional to the electric potential. ഒരു കപ്പാസിറ്ററിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനോട് പ്രൊപ്പോർഷണലാണ്. Q ഇസ് പ്രൊപ്പോർഷണൽ ടു V. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് C എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്. സോ Q ഇസ് ഈക്വൽ ടു C ഇൻറ്റു V ആണ്. ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന് നമുക്കറിയാം V ഇസ് ഈക്വൽ ടു 1/4πε0 Q/r ആണ്. And from there we can say that C into R, capacitance into R is equal to 4πε0. നെക്സ്റ്റ് നമ്മൾ ക്യൂവും വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. സോ Q is equal to C into V ആണ്. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഓഫ് Y is equal to mx plus C. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് C എന്ന് പറയുന്നത്. ആൻഡ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇസ് half QV, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർഡ് ബൈ ദ കപ്പാസിറ്റൻസ്. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് നമുക്ക് തന്നേക്കുന്നത് 2 കപ്പാസിറ്റേഴ്സാണ് നമുക്ക് തന്നേക്കുന്നത്, C1 ആൻഡ് C2. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രത്തിൽ C2ൻ്റെ സ്ലോപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ C1ൻ്റെ സ്ലോപ്പ്, വിച്ച് മീൻസ് ദാറ്റ് C2 ഇസ് ഗ്രേറ്റർ ദാൻ C1. ഇൻ ദ നെക്സ്റ്റ് കേസ് നമുക്ക് തീറ്റ ആംഗിളുമായിട്ടുള്ള റെഫറൻസാണ് തന്നേക്കുന്നത്. ആക്സിസുകൾ നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് കേസ്, സെക്കൻഡ് കേസിൽ നമുക്ക് C1 ഇസ് ഗ്രേറ്റർ ദാൻ C2 ആയിട്ടാണ് തന്നേക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് വരുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ അകത്ത് 2 പ്ലേറ്റുകളായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ കണ്ടു, ഒരു പ്ലേറ്റ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/2ε0 ആണ്. ഇവിടെ നമുക്ക് 2 പ്ലേറ്റുകളാണുള്ളത്. സോ E is equal to σ/ε0 എന്നായിരിക്കും വരുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് V is equal to E into D ആണ്, ഓർ E is equal to V/D എന്ന് എഴുതാം. സോ ഇതിൽ നിന്ന് നമുക്ക് V is equal to QD/A∈0 എന്ന് നമുക്ക് കിട്ടും. കപ്പാസിറ്റൻസ് C is equal to Q/Vയിൽ വിയുടെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് C is equal to ε0 A/D എന്ന് നമുക്ക് കിട്ടും.
ഇനി ഈ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഇടയിൽ നമ്മളൊരു ഡൈഇലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് വിൽ ബി ഈക്വൽ ടു കെ ഇൻറ്റു സിഗ്മ സീറോ എ ബൈ ഡി ആണ്. ഇവിടെ കെ എന്ന് പറയുന്നതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇൻ ദ പ്രസൻസ് ഓഫ് എ നെയ്ബറിംഗ് കപ്പാസിറ്റർ ക്യാൻ ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓഫ് ദ കണ്ടക്ടർ. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് സി കപ്പാസിറ്റൻസ് ഉള്ളൊരു കപ്പാസിറ്ററാണ്. അത് ഒരു വി വോൾട്ടേജ് ഉള്ളൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ സ്മോൾ ക്യൂ ആണ്. ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി അക്രോസ് ദ കപ്പാസിറ്റർ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ കപ്പാസിറ്ററിന് ക്യൂ തൊട്ട് ക്യൂ പ്ലസ് ഡി ക്യൂ വരെയുള്ള ഒരു ചാർജിലേക്ക് മാറ്റാൻ വേണ്ടി എടുക്കുന്ന സ്മോൾ വർക്ക് ഡൺ ആണ്. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി ക്യൂ ഇൻറ്റു വി എന്ന് നമുക്ക് എഴുതാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ഇൻറ്റു ഡി ക്യൂ നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഫിഗർ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്തതിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ടു എ ബാറ്ററി. എന്നിട്ട് നമ്മൾ വർക്ക് ഡൺ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡി ഡബ്ല്യുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1/c ഇൻ്റഗ്രൽ ക്യൂ ഡി ക്യൂ ആണ്. നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ റൂൾസ് എല്ലാം ഉപയോഗിച്ച ശേഷം നമുക്ക് വർക്ക് ഡൺ ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ സി എന്ന് ഡിറൈവ് ചെയ്തെടുക്കാം, വിച്ച് ഇസ് സെയിം ആസ് ഹാഫ് ഇൻറ്റു സി വി സ്ക്വയർ. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ഇക്വേഷൻസാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. അത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച ഇലക്ട്രിക്കൽ എനർജി ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ഡി ആണ്, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ എന്നും കിട്ടും. നെക്സ്റ്റ് നമുക്ക് കപ്പാസിറ്റേഴ്സ് രണ്ട് രീതിയിലാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സീരീസ് കോമ്പിനേഷനും മറ്റേത് പാരലൽ കോമ്പിനേഷനും. സീരീസ് കോമ്പിനേഷൻ്റെ അകത്ത് ചാർജ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് നിൽക്കും സീരീസ് കോമ്പിനേഷനിൽ, പക്ഷെ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 3 കപ്പാസിറ്റൻസ് തന്നിട്ടുള്ള കാരണം നമുക്ക് അതിന് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V1 + V2 + V3 ആണ്. V1 എന്ന് പറഞ്ഞാൽ Q ബൈ C1, V2 എന്ന് പറഞ്ഞാൽ Q ബൈ C2, V3 എന്ന് പറഞ്ഞാൽ Q ബൈ C3. സിൻസ് Q നമ്മൾ എല്ലാത്തിലും എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സീരീസ് കോമ്പിനേഷനിൽ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യലിന് നമുക്ക് Q ബൈ C1 + Q ബൈ C2 + Q ബൈ C3 എന്ന് എഴുതാം. ആൻഡ് വിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? V ഈസ് ഈക്വൽ ടു Q ബൈ ക്യാപിറ്റൽ C എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റൻസ് ഫോർ എ സീരീസ് കപ്പാസിറ്ററിനെ 1/C ഈസ് ഈക്വൽ ടു 1/C1 + 1/C2 + 1/C3 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് n ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ഇൻ ദ സീരീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റൻസ് ഇൻ ദ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് CS ഈസ് ഈക്വൽ ടു C/n ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ പാരലൽ കോമ്പിനേഷനിൽ 3 കപ്പാസിറ്റൻസ് ആണ് ഇവിടെ പാരലലായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ചാർജ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് ഓഫ് ദ കപ്പാസിറ്റൻറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q1 + Q2 + Q3 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നേരത്തെ ഉപയോഗിച്ച പോലത്തെ സ്റ്റെപ്പ് തന്നെ കൺസിഡർ ചെയ്ത് നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു C1 + C2 + C3 എന്ന് നമുക്ക് എഴുതാം. ഇനി there are n ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് NC എന്ന് എഴുതാം. താങ്ക് യു.